ഈ കുഞ്ഞിന്റെ തല്ല എന്തേ? പൊന്നി പൊന്നി, ഈ കുഞ്ഞിന്റെ തല്ലെന്തേ? കൊച്ചു നമ്പുരാട്ടി ചതിച്ചു. പെറ്റ വന്നെ കാണാനില്ല. കാണാനില്ലേ? വഞ്ചിയുമില്ല, വഞ്ചിക്കാരുമില്ല, ഉടയക്കാരുമില്ല. ഞാൻ കടവിലൊക്കെ നോക്കിയിട്ട് വരികയാ. പൊന്നി, ഇതൊരു ചതിയായിരുന്നോടി. പിഴച്ച കണ്ണിക്ക് പെറാനൊരിടം കണ്ടത്. കൊച്ചമ്പരാട്ടി എന്തിനാ വിഷമിക്കുന്നത്? തള്ളയ്ക്ക് വേണ്ടാത്ത പിള്ളേ നമുക്കെന്തിനാ? ഇതിനെ ഇങ്ങനെ തന്നെ അമ്പലക്കാട്ടി കൊണ്ടിട്ടിട്ട് ആരും കാണാതെ ഞാൻ ഇനി പോരാ. പൊന്നി, പെറ്റതും പെറിയിച്ചതും ആരായാലും എല്ലാ കുഞ്ഞും ഒരുപോലെയാ എന്ന് പറഞ്ഞാൽ നാട്ടാർ അതിനൊക്കെ പറഞ്ഞു പരത്തും. അതുമല്ല, വലിയ തമ്പുരാനും തമ്പുരാട്ടിയും തുളുനാട്ടിൽ നിന്നെത്തി ഈ കൂത്തു കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. തുളുനാടൻ കളരി കേമന്തൻ അഭ്യസിക്കണമെങ്കിലും തുളുനാടൻ കളരിയിൽ നിന്ന് അഭ്യസിക്കണം. അവിടെ ഉറക്കണം ചുവട്. അളിയൻ പറഞ്ഞത് ശരിയാണ്. മോളെ, ഏതായി കുഞ്ഞ്? എന്താ നിന്നെ മുഖം മാറിയിരിക്കുന്നത്? എന്തടി ഊമയെ പോലെ നിൽക്കണം? വലിയ തമ്പുരാനെ, അത് 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 പറയടി. എല്ലാത്തിന്റെയും വായടഞ്ഞു പോയോ? അമ്മാവ, സ്വന്തം കുറ്റവും കുറവും തീർക്കാൻ ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കേറ്റുനോവ് കൊണ്ട് പൊറുതി മുട്ടിയ ഒരു പെണ്ണിന് അർദ്ധരാത്രിയിൽ ഈ കുടിയിൽ ചെല്ലഭയം കൊടുത്തു. പുലർച്ചയ്ക്ക് ഈ ചോര കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ച് അവർ പോയി കളഞ്ഞ അമ്മാവ. അത്രേ ഉള്ളൂ. അത് നീ എന്തിനാ കരയുന്നത്? നീ ഒരു കാര്യം ചെയ്യും, ആ കുഞ്ഞിനെ പൊന്നിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇടേ, നീ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കോലപ്പുഴയിലേക്ക് വലിച്ചെറിയും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. പെറ്റ തള്ളയും വെറിയിച്ച തന്തയും ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കണം. നീ അതിനെ വളർത്താൻ മോഹിക്കണം. ഈ കുഞ്ഞ് ഈ കുടിയിലിരുന്നാൽ നമുക്ക് കുറച്ചിലാണ്. കൊണ്ടുപോയി കളയും. ആരാണ്ട് കുഞ്ഞിന് വേണ്ടി നീ എന്തിനും പ്രാതി പിടിക്കുന്നു? ഇവിടെ തുറന്നോളെ, ഇതിലെന്തോ ഒളിച്ചു കളിയും. നിങ്ങളുടെ ഈ വീട് വിട്ടിട്ട് നാളേറെയായി. തുമ്പുരാച്ചേ, സത്യം പറയണം, നീ പ്രസവിച്ചതല്ലേ ഈ കുഞ്ഞ്? തുമ്പോലാർച്ചേ, മികവിൽ മികച്ചേരി കുടുംബത്തിൽ ഒരു പിഴച്ച പെണ്ണിന് കയറി പെറ്റിട്ട് പോകാനുള്ള ധൈര്യമുണ്ടാവില്ല. സത്യം പറയും. ഈ ചോരക്കുഞ്ഞ് ആരുടേതും ആയിക്കൊള്ളട്ടെ. ദുരഭിമാനത്തിന് വേണ്ടി കോരപ്പുഴയിലെ ചീകണികൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ അപ്പത്തേക്ക് പോയി, ഞാൻ എല്ലാം അവളോട് സമാധാനമായി ചോദിക്കാം. മോളെ, എന്നോട് സത്യം പറയും, ഈ കുഞ്ഞേതാണ്? നിനക്ക് ഗർഭമുണ്ടായിരുന്നു? എന്റെ പൊന്നമ്മേ, എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. നിന്റെ പേരെന്തുവാടി? താമര. നിനക്ക് എത്ര വയസ്സായി? 17. എവളുടെ പേരെന്തുവാ? തിരയും താമരയും കൊള്ളാമല്ലോടാ ബാണ നിന്റെ മക്കളുടെ പേര്. എന്നാ ഈ കോടി ഇരിക്കട്ടെ. എന്താ തൃപ്തിയായോ? എന്താവും കോടി കൊടുത്തും പാൽപ്പായസം കൊണ്ടും അല്ലേ അടിയങ്ങളുടെ വയറ് നിറയുന്നത്? അല്ലേ? അടിയങ്ങൾക്ക് പുത്തൂരം വീട്ടിലെ ചിരി കണ്ടാ മതിയേ, വയറ് നിറയേ. നിന്റെ പാണത്തിയുടെ വയർ എപ്പോഴും നിറഞ്ഞു തന്നെ ആണല്ലോടാ. അയ്യോ, ഇതല്ലേ, ഇതൊരു ഗുമ്മന. അടിയനൊരു സുകാര്യം പറയാനുണ്ടേ. പുത്തൂരം വീട്ടിൽ നിന്ന് പുണ്യാർച്ചമ്മയെ ആറ്റുമടമേലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ തമ്പുരാന് പുലർച്ചയ്ക്ക് ഉമിക്കിനും വെള്ളം വെക്കാൻ ആളില്ല, ചെറുതാകക്കഞ്ഞി വെക്കാൻ ആളില്ലേ. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയണേ? അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന് പുടവ് കൊടുത്താൽ കൊള്ളാമെന്ന് ആരോമത്തമ്പരാൻ അടിയനോട്. എങ്കിൽ ഏതൊരു ഒരു പെണ്ണിനെ നമുക്കൊന്ന് പോയി നോക്കണം കുഞ്ഞി. ഓ ചന്ദ്രു, മികച്ചേരി വീട്ടില് ഉറപ്പെണ്ണുണ്ടായിരുന്നല്ലോ തുമ്പോലാർച്ചമ്മ. എടാ പാള, മൂക്കി തൊടണമെങ്കിലേ അത് ഇങ്ങനെ വേണോ? നീയും
അവനും കൂടി ഞങ്ങൾ രണ്ടുപേരെയും കുഴങ്ങി കൽപ്പിക്കല്ലേ. ഏതായാലും നീ പോയി വഞ്ചി ഒരുക്കാൻ പറ്റോ ചെല്ല്. പൊങ്കി പാല് പാട ചൂടും വരെ എന്തിനാ വെച്ചിരിക്കുന്നത്? അവൻ കുടിച്ചോട്ടെ. വരുമെന്നറിഞ്ഞു, പക്ഷെ ഇത്ര വേഗം വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഏതേലും ഒരു പുത്തരി അംഗം കഴിഞ്ഞിട്ടാവാം കല്യാണം എന്നായിരുന്നു ആരോമലിന്റെ തീരുമാനം. അല്ലടി കുങ്കി? പക്ഷേ ഇപ്പോൾ അവൻ തന്നെ പറയുന്നു ഇനി നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. അത് നല്ലത്, നല്ല കാര്യം, നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തർക്കവുമില്ല. ഏത് നേരത്ത് വേണമെങ്കിലും കല്യാണം നടത്താം. പാളക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നല്ലോ. ആരാ ഇവിടെ പ്രസവിക്കാനുള്ളത്? അത് അത് അതെ അത് ഞങ്ങളുടെ ഒരു വേലക്കാരിയുടെ കുഞ്ഞ. കുങ്കി, നീ അകത്ത് പോയി തുമ്പോലാഴ്ച ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ അവളെ കണ്ടിട്ട് ഒത്തിരി നാളായി. മോളെ, നിന്നെ കാണാൻ പുത്തൂരം വീട്ടിൽ നാളെ വന്നിരിക്കുന്നു. ഈ കുഞ്ഞിനെയും നിന്നെയും കൂടി കണ്ടാൽ. ഇതാണോ ഇവിടുത്തെ വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞത്? പൊങ്കിയമ്മേ, ഇതിൽ പല ഒരു നാണക്കേട് കുടിക്കിനി വരാനില്ല. ഈ കുഞ്ഞ് എനിക്കൊരു ചതിയിൽ കിട്ടിയതാണ്. പ്രസവിച്ചിട്ട് പൊയ്ക്കളഞ്ഞു. കണ്ടപ്പച്ചേകവരെ ഭയന്ന് ഞാൻ കള്ളം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സത്യം. ഇത് കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കഥയായിരിക്കുന്നല്ലോ. ഒരു വീട്ടിൽ അർദ്ധരാത്രി ഒരു പെണ്ണ് കയറി വരിക, ഉടനെ അങ്ങ് പ്രസവിക്കുക, ഇറങ്ങിപ്പോവുക. ഇത് പറഞ്ഞ് ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കല്യാണം ഉറപ്പിക്കാൻ വരട്ടെ. എനിക്ക് വല്ലാത്തൊരു സംശയം. നീ പറഞ്ഞാലും ഞാനിതിപ്പോ ഉറപ്പിക്കണില്ല. ആരോമിൽ ഇവിടെ വന്ന് എല്ലാം ഒന്ന് അറിയട്ടെ. കൈയൊന്ന് കഴുകിയാട്ടെ. പിന്നെ ഉദയപ്പ ചെറുവർക്ക് എന്നോട് പരിഭവം തോന്നരുത്. തുമ്പോലാഴ്ച എന്റെ മോന്റെ ഉറപ്പുണ്ടാണ്. പക്ഷെ ആരോമിൽ ഇവിടെ വന്ന് ഇവിടത്തെ കഥയൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷമേ എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ നിവൃത്തിയുള്ളൂ. വാങ്ങുമെങ്കിൽ ഇച്ചിരി വെള്ളം. അതൊക്കെ പിന്നെ ആവാം.